ഒരു 1500 2000 കോടി ഉണ്ട് നിലവിൽ ആദായം കിട്ടുന്നതുണ്ട്. അത് പന്നിയൂർ വണ്ണുണ്ട്, പന്നിയൂർ മട്ടമുണ്ടിയുണ്ട്, നീലമുണ്ടിയുണ്ട്, അങ്ങനെ പല ഇനമാണ്. കരിമുണ്ടിയുണ്ട്. അതെല്ലാം ഈ പിന്നെ പയ്യാനിക്കാല്, ചീമൂരിക്ക്, കൊക്കോ, പറഞ്ഞ കൊക്കോയ് ഒറ്റക്കടയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. 100% അത് കേടൊന്നുമില്ലാതെ കിട്ടുന്നുണ്ട്, ആദായം കിട്ടുന്നുണ്ട്. നിലവിൽ നല്ല കായാണ്, കുഴപ്പമില്ല. പിന്നെ ചാണകവും ഇഷ്ടം പോലെ വാരി ചുവട്ടിലിടുന്നുണ്ട്, രാസവളം ഉപയോഗിക്കുന്നില്ല. പിന്നെ ചോല വലിയ വൃക്ഷങ്ങളുടെ ചോലയുടെ ഷെയ്ഡിലാണ് ഇത് നിൽക്കുന്നത്. നീലമുണ്ടി, പന്നീർ വണ്ണ് 1.5 വർഷം കായ്ക്കുള്ളൂ. നീലമുണ്ടി എന്നും കായ്ക്കും. കരിമുണ്ട കേട് കൂടുതലുണ്ട്, അതുകൊണ്ട് കരിമുണ്ടയോട് അത്ര വലിയ ഉത്സാഹം തോന്നുന്നില്ല. പിന്നെ വട്ടമുണ്ടിയുണ്ട്, എല്ലാ ഐറ്റവും കൊടിയുണ്ട്. ഒരു പിന്നെ പ്രകൃതി ക്ഷോഭത്തിനൊരു കാറ്റ് വന്നു, ആ കാറ്റോട് കൂടിയാണ് കൊടി മൊത്തം പോയത്. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്നാലും കേടില്ല, കൊടി സമൃദ്ധിയായിട്ട് വളരുന്നുണ്ട്. ചാണകം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, വേറെ മറ്റേ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് കൊടി ഇട്ട് കഴിഞ്ഞാൽ അത് കായ എടുക്കുന്ന വരെ അതിൽ പരിപാലനം ഉണ്ട് എൻ്റെ. എന്നും ഞാൻ അതിൻ്റെ ചോട്ടിൽ ചെല്ലുകയും പുല്ല് പറിക്കുകയും വളവിടുകയും ചെയ്യും. ആദായം കിട്ടുന്നിടം വരെ കിട്ടുന്നിടം വരെ അതിൻ്റെ ചോട്ടിൽ നിന്ന് മാറിയല്ല. അതാണ് എൻ്റെ ഒരു കൃഷിയുടെ രീതി. അല്ല, ചാണകപ്പൊടി ഇടിയല്ല, ചുമ്മാ മതി ഇടിയേ ഉള്ളൂ. കൊടി ചോട് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ വളവിടുകയുള്ളൂ. പിന്നെ 2 വർഷം കൊടി പൊതിയണം, വെയിലടിക്കാതെ കൊടി പൊതിഞ്ഞ് സംരക്ഷിക്കണം. പിന്നെ ഒരു നന്നായിട്ട് ചോട് പിടിച്ച് പ്രാപ്തിയായി കഴിയുമ്പം ഇഷ്ടം പോലെ ചോടി ചാണകം കൊണ്ടുവിടും. അതാണ് എൻ്റെ കൃഷി രീതി. മറ്റ് രാസവളങ്ങളൊന്നും പ്രയോഗിക്കാറില്ല. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കേട് കുറവ്. പൊതുവെ എൻ്റെ കൊടിക്ക് കേടില്ല. അല്ല, അത് ചിലപ്പോൾ ഈ നമ്മൾ നടുമ്പം ചിലപ്പോൾ അത് ചീച്ചിലുണ്ടാകാൻ വിലയില്ല. വേരില്ലാതെ ചാണകപ്പൊടി ഇട്ട് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചീച്ചിലുണ്ടാവും, മഴ കൂടെ പെയ്ത് കഴിയുമ്പം. അതുകൊണ്ടാണ് ആദ്യം ചാണകം ഇടാത്തത്. വേര് പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ചാണകം ഇട്ടാൽ അത് സമൃദ്ധിയായി കയറിക്കോളും. എന്നും തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നോട്ടം വേണം, അതാണ് മെയിന്. എന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ചുവട്ടിൽ എന്നും ചെല്ലണം. പിന്നെ അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിലേ ഇത് വിജയിക്കുകയുള്ളൂ. ചുരുക്കം കൃഷിയാന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടി ഇഷ്ടം പോലെ വില വരുമ്പം കൊടി അങ്ങ് മാന്തിയിടും, പിന്നെ മുളക് പറിക്കാനേ ചെല്ലുകയുള്ളൂ. അതുകൊണ്ട് രക്ഷയില്ല. ആ ചെയ്യുന്ന തൊഴിലിനോടൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് 100% വിജയിക്കും, അതിന് ആദായം കിട്ടും. അതല്ലാതെ വില വരുമ്പം മാത്രം നമ്മൾ ഇതിന് പുറകെ പോയിട്ട് കാര്യമില്ല. വിലയില്ലാത്തപ്പം ഇത് ചെയ്യാൻ എളുപ്പം, കാരണം മുടക്ക് കുറഞ്ഞിരിക്കും. തിരി പൊഴിയുന്ന കൂടുതൽ കായുണ്ടെങ്കിൽ സ്വയമേ പിന്നെ തിരി പൊഴിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ വേര് ചീഞ്ഞ് കഴിയുമ്പം കൊടിക്ക് പഴുപ്പുണ്ടാവും, അങ്ങനെ പോവും. അങ്ങനെയുള്ള നിർത്തിയിട്ട് കാര്യമില്ല, അതിന് ആയുസ് കുറഞ്ഞിരിക്കും. അത് കയ്യോടെ പറിച്ച് കളഞ്ഞിട്ട് വേറെ അടുത്ത കൊടി ഇടുന്നതാണ് ബുദ്ധി. പിന്നെ അതിന് മരുന്നും കൊണ്ട് ജയിക്കാവുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ മരുന്നിട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് കളഞ്ഞാൽ അടുത്ത് മാന്തി ഇടുകയാണ് ഏറ്റവും. അല്ല, അങ്ങനെ തിരി ഇടുമ്പം അങ്ങനെ അത് വല്ല മഴക്കൂടലുകൊണ്ടൊക്കെ ആയിരിക്കും. ചിലർ ബോർഡോ മത്സരം അടിക്കും. ഞാനിതൊന്നും ചെയ്യാറില്ല, അല്ലാതെ ആവശ്യത്തിനുള്ളതൊക്കെ തന്നെ ഉണ്ട്, കാഴ്ചകളും. കുറേ പൊഴിഞ്ഞു പോകുന്നത് നല്ലതാണ്. ഈ തിരി ഇടുന്നത് മുഴുവൻ പിടിച്ചു കളയാൽ ആ കൊടി കൂടെ പോവുകയുള്ളൂ. ഇടുന്ന തിരി മുഴുവൻ പിടിച്ചു കളയാൽ ആ കൊടി പോവും. അപ്പം കുറച്ച് പൊഴിയുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ മെനക്കെട്ട് മരുന്നും കാശും മുടക്കി മരുന്ന് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. 1.5 വർഷം ചാണകം ഇടുമ്പം കുറേ കൂടുതൽ ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. ചാണകം ഇടുമ്പം കുറച്ച് കൂടുതൽ ഇടും, അല്ല ഇച്ചിരിച്ച കൊണ്ട് ഇടുന്ന സ്വഭാവമില്ല. പിന്നെ അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ചെയ്യുന്ന തൊഴിലിനോടൊരു ആത്മാർത്ഥത വേണം. അത് ഇട്ട ആദായം എടുക്കാനായിട്ട് തന്നെ പോകരുത്. അതിൻ്റെ ചുവട്ടിൽ തന്നെ പരിപാലിച്ച് അത് ഫലം എടുക്കുന്നിടം വരെ അതിൻ്റെ ചുവട്ടിൽ വളവും പുല്ലുപറിയായിട്ട് നടക്കണം. അപ്പോൾ ഇതിൻ്റെ കാട് മുഴുവനും അടിച്ച് പിന്നെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ചേർക്കുക. അത് വലിയൊരു വളമാണ്. നമ്മൾ ഈ ചാണകം ഇടുമെന്ന് പറഞ്ഞല്ലോ, ചാണകം തന്നെയല്ല, ഇതിൻ്റെ പുല്ല് പിന്നെ ഈ തളിപ്പ് എത്തുന്നത് ഈ ഇലയെ ഇതെല്ലാം ചീച്ച് അതിൻ്റെ ചുവട്ടിലോട്ട് ചേർക്കുക. അപ്പോൾ ഈ 2 വളവ് കൊണ്ട് തന്നെ കൊടി കയറിപ്പോരും. പിന്നെ പ്രത്യേകം വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വെള്ളം കെട്ടി നിന്നാൽ കൊടി പോവും. വെള്ളം കെട്ട് പരമാവധി ഒഴിവാക്കണം. പിന്നെ ചുമ്മാ കിളച്ച് മണ്ണടക്കരുത്. എല്ലാവരും എന്നും കൊത്തിമൂടി പുല്ലെല്ലാം പുല്ല് ചവിട്ടി വെച്ചിട്ട് കൊത്തിമൂടും. അപ്പോൾ ഈ പുല്ല് ആവിച്ചു കഴിഞ്ഞാൽ ആ കൊടി പോവും. അപ്പം ഏറ്റവും എളുപ്പം മിഷ്യൻ വെച്ച് പുല്ലടിച്ച് അതിനോട് ചേർക്കുക.
അത്രയും പണി വരും. അല്ലാതെ കൂടുതൽ കൊടി ആദായമായി കഴിഞ്ഞാൽ പിന്നെ ചുവട് ഇളക്കുന്നത് ദോഷമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു കാരണവശാലും ചുവട് ഇളക്കരുത്. എല്ലാവരും അങ്ങനെ ചുവട് ഇളക്കും, അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ങോരം മുരിക്കാണ്. ഇപ്പം മുരിക്ക് പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പം ചീമ മുരിക്ക്, പിന്നെ പയ്യാനിയ, അങ്ങനെയുള്ള പിന്നെ വൃക്ഷങ്ങൾ. ഏറ്റവും കൂടുതൽ എളുപ്പം വല്ല മരത്തിൽ വിട്ട് കയറ്റുവാണെങ്കിൽ അതാണ് കൂടുതൽ. അതായത് വലിയ മരത്തിൻ്റെ മണ്ട കൊടി വരുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ആദായം കിട്ടും. ചെറിയ കൊടിയാണെങ്കിൽ അത് കുറച്ചേ കിട്ടുകയുള്ളൂ. അതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഈ കോൺക്രീറ്റ് കാലൊക്കെ ചൂടുണ്ടാവും, ഭയങ്കര വേനൽക്കാലത്തൊക്കെ ചൂടായിട്ട് അത് തണ്ട് പൊള്ളി പോയേ ഉള്ളൂ. അതിനോട് എനിക്ക് യോജിപ്പില്ല. എപ്പോഴും നല്ലത് മുരിക്കുംകാല് മാന്തി ഇടുക, അത് പോകുമ്പം വേറെ അടുത്ത കാലം എന്തെങ്കിലും മാന്തി ഇടുക. അപ്പോൾ എന്തെങ്കിലും കാലും മാറിയിട്ട് ഇതിൻ്റെ പുറകെ നടക്കണം, എങ്കിലേ അതുകൊണ്ട് ആദായം കിട്ടുകയുള്ളൂ.